നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വമായി നീട്ടിയതോടെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ്. യുദ്ധം തകർത്ത ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയാഘോഷവുമായി ഒഴുകിയെത്തുമ്പോഴും തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: അമേരിക്കയുടെ അതിശക്തമായ സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാനാകാത്ത പ്രതിരോധ ശേഷി തങ്ങൾക്കുണ്ട്. മാപ്പും കണക്കും നോക്കി മാസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ മാറ്റം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളായി കണ്ടിരുന്നത്. ഈ വരേണ്യ ക്ലബിലേക്ക് ഇറാൻ എന്ന രാജ്യം കടന്നു വരുന്നത് അവിശ്വസനീയമായി തോന്നാം. കാരണം സാമ്പത്തികമായും സൈനികമായും മറ്റ് ശക്തികൾക്ക് മുന്നിൽ ഇറാന്റെ കണക്കുകൾ ചെറുതല്ല. ഇറാന്റെ ഈ അപ്രമാദിത്വത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ അതിശക്തമായ സൈനിക സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള അവരുടെ അത്ഭുതകരമായ പ്രതിരോധ ശേഷി. രണ്ട്, ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 5-1 ഒഴുകുന്ന ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ നേടിയ പൂർണ്ണ നിയന്ത്രണം. ഈ ചെക്ക് പോയിന്റിനെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കഴിവ് എത്ര ഉപരോധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. സൈനികമായും ഒരു ലോകശക്തിയെ നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഫെബ്രുവരി 28 മുതൽ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അമേരിക്കയുടെ നിരന്തരമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ വികേന്ദ്രീകൃതമായ കമാൻഡ് ഘടന അവരെ യുദ്ധം തുടരാൻ അനുവദിച്ചു. ശത്രുവിന്റെ സൈനിക ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്നു എങ്കിലും തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തിയതാണ് ഇറാന്റെ വലിയ സൈനിക വിജയം. യുദ്ധം ഇറാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം വധിക്കപ്പെട്ടു. ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർക്കപ്പെടുകയും വ്യോമ പ്രതിരോധം ദുർബലമാവുകയും ചെയ്തു. രാജ്യത്തെ പാലങ്ങളും റെയിൽവേകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു. എന്നാൽ ഇത്രയേറെ തകർച്ചകൾക്കിടയിലും ഇറാൻ ഭരണകൂടം തകരാതെ നിലനിൽക്കുന്നു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. തകർക്കപ്പെട്ട റെയിൽവേകളും പാലങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രദ്ധേയമായ കഴിവ് ഇറാൻ പ്രകടിപ്പിച്ചു. ഇത് ഇറാന്റെ ആഭ്യന്തരമായ പ്രതിരോധ സജ്ജീകരണങ്ങളുടെ കാര്യക്ഷമതയുടെയും ഉത്തമ ഉദാഹരണമാണ്. തകർത്താലും തളരില്ല എന്ന ഇറാന്റെ വാശി അമേരിക്കൻ ഭരണകൂടത്തെ പോലും ചിന്തിപ്പിച്ചു തുടങ്ങി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗവും വ്യോമസേനയുടെ മുന്നിൽ 2 ഭാഗവും ഇപ്പോഴും അതേപടി തുടരുന്നു എന്നതാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ശക്തി ഉപയോഗിച്ച് ഇപ്പോഴും മേഖലയിൽ ആധിപത്യം തുടരാൻ ഇറാൻ കഴിയുന്നുണ്ട്. മേഖലയിൽ ഉടനീളം അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്താൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഇറാൻ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അമേരിക്കൻ മറൈൻ കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസിന്റെ വാക്കുകളിൽ, പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ചുരുക്കം ചില എതിരാളികൾക്ക് മാത്രമേ സംഘർഷത്തിന്റെ നിബന്ധനകൾ ഇത്തരത്തിൽ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ചുരുക്കം ശക്തികൾ പ്രമുഖരായി ഇറാന് ഇന്ന് മാറിക്കഴിഞ്ഞു. എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചെക്ക് പോയിന്റുകളായ ഹോർമൂസ് കടലിന് മേലുള്ള നിയന്ത്രണമാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ആധുനിക യുഗത്തിൽ ഈ പാതയ്ക്ക് മറ്റൊരു ബദൽ കണ്ടെത്താൻ ലോകശക്തികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹോർമുസിലെ നിസ്സാരമായ ഒരു സ്തംഭനം പോലും ലോകത്തെ ഇരുട്ടിലാക്കാൻ പര്യാപ്തമാണ്. ഈ കടൽപാത അടച്ചുപൂട്ടാതെ തന്നെ നിയന്ത്രിക്കാൻ ഇറാന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും. കടലിടുക്കിലെ ഗതാഗതം ഇപ്പോഴും 90% കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, മറിച്ച് ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ലണ്ടനിലെ ലോയ്ഡ്സ് പോലുള്ള സമുദ്ര ഇൻഷുറൻസ് കമ്പനികൾ പിന്മാറിയതിനാണ് പ്രധാന കാരണം. വാണിജ്യ ഷിപ്പർമാർ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായി. ഈ തന്ത്രത്തിലൂടെ ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ ഇറാൻ മുട്ടുകുത്തിച്ചു. ഇറാൻ 40 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമാണ്. ലോകത്തിലെ എണ്ണയുടെ 20% അവരുടെ നിയന്ത്രണത്തിലാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം അമേരിക്ക നേരിടേണ്ടി വരുന്ന 4ാമത്തെ വൻ ശക്തിയായി ഇറാൻ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ മിസൈൽ ശേഷികളെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ, വിരോധാഭാസം എന്ന് പറയട്ടെ, ആ സംഘർഷം ഇറാനെ കടലിടുക്കിന്റെ നിയന്ത്രണം എന്ന അജേയമായ ആയുധം നൽകി അനുഗ്രഹിച്ചു. ഈ ആധിപത്യം ഉപയോഗിച്ച് ആഗോള ദക്ഷിണ ഇന്ത്യയിലെ രാജ്യങ്ങളുമായി വലിയ വിലപേശലുകൾ നടത്താൻ ഇറാന് കഴിഞ്ഞു. എന്തായാലും ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAEക്കും ഇതിനോടകം തന്നെ $50 ബില്യൺ നഷ്ടം ഇറാൻ വരുത്തി കഴിഞ്ഞു. ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടതോടെ സഖ്യകക്ഷികളെ സഹായിക്കാൻ അമേരിക്ക സാമ്പത്തിക പാക്കേജുകൾ ആലോചിക്കേണ്ട ഗതികേടിലുമെത്തി. യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണ് എന്ന സത്യം വ്യക്തമാവുകയാണ് ലോകത്തിന് മുന്നിൽ.